കല്ലുകൾ മുള്ളുകൾ കളിച്ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ. കല്ലുകൾ മുള്ളുകൾ കളിച്ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ. ചിരിച്ചും കളിച്ചും ചിന്തകൾ വിടർത്തും ചേതോഹരമാം ചിറകടിനാദങ്ങൾ. പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ, കല്ലും മുള്ളും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില അടുക്കള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എത്ര നാളായി നോൺ കഴിച്ചിട്ട്. ഇന്ന് നമുക്ക് കുഴിമന്തി വാങ്ങാം. ഇതൊക്കെ തിന്നാൻ പറ്റുമെന്നാ ചിന്തിക്കണേ. വേണ്ട, ഇനി സ്മോളും ബീഫും ചിക്കനും ഒക്കെ നിർത്താൻ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡോക്ടർ അങ്ങനെ പലതും പറയും. ഈ ഗുളിയും കഴിച്ചോണ്ട് ഇരുന്നാ മതിയോ? കുഴിമന്തിയും അൽഫാമും ചിക്കൻ ചില്ലിയും ഒക്കെ കഴിക്കാൻ പറ്റുമോ? പറയുമ്പോ തന്നെ ദേ എന്റെ വായിൽ വെള്ളം വരുന്നു. എവിടേക്കാ ഈ കാത്തിരിക്കണത്? വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ വേണ്ടാന്ന്? ഇത്രയും നാള് കഴിച്ചില്ലേ, ഇനി വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട, അത് തന്നെ. അത് നിശ്ചയിക്കണ നീയല്ല, ഇതെന്റെ ഇഷ്ടാ. ആ ഇഷ്ടം ഇവിടെ നടക്കില്ല. ഇനി മുതൽ ഇവിടെ മീനും പോത്തും പോർക്കും ഒന്നും കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മരിച്ച പിന്നെ ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? എന്റെ കെട്ടിയോളെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? കൊണ്ടുപോകാനും പറ്റില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതാ വേണ്ടത്. അങ്ങനെ അടിച്ചു പൊളിക്കണ്ട. ഇനി ഇവിടെ ഞാൻ സമ്മതിക്കില്ല. അച്ഛന് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ, അമ്മ എന്തിനാ തടസ്സം നിൽക്കണത്? ഇനി നീയും തുടങ്ങിയേക്കോ അടിച്ചു പൊളിക്കാൻ. എനിക്കും അടിച്ചു പൊളിക്കണം. എന്നും ഈ പുല്ലും വൈക്കോലും തിന്നു കിടക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ വിളിക്കാറുണ്ട്. ഇതുവരെ ഞാൻ ഒഴിഞ്ഞു മാറി. ഇനി അത് നടക്കില്ല. അമ്മ ഈ ലോകത്തൊന്നല്ല ജീവിക്കണത്, അതുകൊണ്ട് തോന്നണതാ. നല്ലത് പറഞ്ഞാൽ നായക്ക് തോന്നില്ല എന്ന് പറയണത് നേരെ തന്നെയാ. വേണ്ടടി, ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. അതിന് നിന്റെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. മനസ്സിലായോട് കഴുതാൻ. അച്ഛാ നിൽക്കച്ഛാ, ഞാനുണ്ട്, എനിക്കും വേണം. വാടാ മോനെ, ഈ ആടാ എന്റെ മോൻ, നമുക്ക് അടിച്ചു പൊളിക്കാം. അതും കഴിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. നീ ഞാൻ പോടി വാതിൽ മുഷേട്ടേ. തുറക്കില്ല.